നരകാവകാശികളെ കുറിച്ച് പറയുകയാണ് റഹ്മത്തുൽ ലിൽ ആലമീൻ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നരകത്തിന്റെ അവകാശികൾ ഒരുപാട് വിഭാഗം ആളുകളുണ്ട്. അവരുടെയൊക്കെ വിവരങ്ങൾ നമ്മൾ അറിയുമ്പോൾ വലിയ ഗൗരവമുള്ള വിഷയമാണ്. നരകത്തിലെ ഏറ്റവും ചെറിയ ശിക്ഷ അറിയുമോ സ്വഹാബ? ഒരു ചെരുപ്പ് ധരിപ്പിച്ചു കൊടുക്കലാണ്. നരകീയമായ ഒരു പാദരക്ഷ ധരിപ്പിച്ചു കൊടുക്കലാണ്. അത് അയാളുടെ കാലിൽ ധരിക്കുമ്പോൾ അയാള് ആ ചെരുപ്പിന്റെ ചൂട് കൊണ്ട്, അതിന്റെ കാഠിന്യം കൊണ്ട് അയാളുടെ തല വരെ പതക്കുമത്രേ. കാലിൽ ധരിപ്പിക്കേയുള്ളൂ, വേറെ എവിടെയും പ്രശ്നമൊന്നുമില്ല. പക്ഷെ കാലിൽ ധരിപ്പിക്കുന്ന ആ ചൂട് അയാളുടെ തലയിലേക്ക് വന്ന് തലച്ചോറ് തിളച്ചു മറിയുമെന്നാണ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വളരെ ഭയാനകരമായ ഒരു ഘട്ടമാണത്. വളരെ ഭയാനകരമായ ഒരു അവസ്ഥയാണത്. നരകാവകാശികൾ നേരിടുന്ന ശിക്ഷകളിൽ ഏറ്റവും ചെറുത്. അപ്പോൾ എന്തായിരിക്കും നരകം? കാലിൽ ധരിപ്പിക്കുന്ന ചെരുപ്പ് കാരണമായി അയാളുടെ തല ഇങ്ങനെ തിളച്ചു മറിയുമെന്നും, തല ചൂടുകൊണ്ട് അയാളാകെ തല ചൂടുകൊണ്ട് തിളച്ച് മറിയുമെന്ന് മുത്തു റസൂലുള്ള പഠിപ്പിക്കുന്നുവെങ്കിൽ ആ നരകത്തിലെ അവസ്ഥ എന്തായിരിക്കും? ആ നരകത്തിലെ ഭയാനകത എത്രമാത്രം വലുതാണ്. പക്ഷേ നമ്മളത് ചിന്തിക്കുന്നില്ല. പലപ്പോഴായി നമുക്കത് മറന്നു പോവുകയാണ്. ആ ചിന്ത നമ്മുടെ കൽബിൽ നിന്ന് കേൾക്കുമ്പോ ഉണ്ടാവും. ഇപ്പൊ കേൾക്കുമ്പോ ഇങ്ങനെ ഉണ്ടാവും, കുറച്ചു കഴിഞ്ഞാൽ നമുക്കത് മറക്കുകയാണ്. നരകത്തിലെ ഓരോ അവസ്ഥകളും, നരകാവകാശികൾ, ഇതാണ് നമ്മുടെ വിഷയം. ആരാണ് നരകത്തിൽ കിടക്കുന്നത്? നരകത്തിന്റെ അവകാശികൾ ആരാണ്? അല്ലാഹു അവരിൽ നമ്മളെ പെടുത്താതിരിക്കട്ടെ. ഈ റമളാനിൽ നന്നായി റബ്ബിനോട് ചോദിക്കേണ്ടതാണ്. ഈ അവസാനത്തെ 10 അത്ഖും മിനന്നാർ, നരകമോചനത്തിന് വേണ്ടിയുള്ള 10 ആണ്. നമ്മൾ ചിന്തിച്ചോ, റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന. അല്ലാഹുവിന്റെ റസൂൽ ദുആയിൽ സയ്യിദുദ് ദുആ എന്നാണ് ആ ദുആയിനെ അറിയപ്പെടുന്നത്. സയ്യിദുദ് ദുആ, ദുആഇന്റെ നേതാവ്. എല്ലാ ദുആയിലുണ്ട്. റുക്നുൽ യമാനിയുടെയും ഹജറുൽ അസ്വദിന്റെയും ഇടയിൽ നടക്കുന്ന ഒരു തവാഫ് ചെയ്യുന്ന ആൾക്ക് സുന്നത്ത് അവിടെ ആ ദുആ ആവർത്തിച്ച് പറയലാണ്. തവാഫ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം. റുക്നുൽ യമാനിന്റെയും പരിശുദ്ധമായ ഹജറുൽ അസ്വദിന്റെയും ഇടയിലുള്ള ഒരു സ്ഥലമുണ്ട്, കുറഞ്ഞ സ്ഥലമാണ്. ആ സ്ഥലത്ത് ഒരാൾ നടക്കുമ്പോൾ അയാൾ ചൊല്ലേണ്ടത്, അള്ളാഹിനോട് ചോദിക്കേണ്ടത്, റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബന്നാർ വഅദ്ഖിൽനൽ ജന്നത മഅൽ അബ്റാർ യാ അസീസു യാ ഗഫാർ യാ റബ്ബൽ ആലമീൻ. ഇതാണ് അവിടെ ദ്വാരക്കേണ്ടത്. അവിടെ മറ്റ് ദിക്റുകളൊന്നുമല്ല, അവിടെ സുന്നത്ത് അതാണ്. റസൂലുള്ള അതാണ് ദുആ ചെയ്തിരുന്നത്. മറ്റു സമയങ്ങളിലൊക്കെ മറ്റു ദുആകളൊക്കെ നടത്തിക്കോ, അവിടെ അത് പ്രത്യേകം സുന്നത്താണ്. അതിലെല്ലാം അടങ്ങിയിട്ടുണ്ട്. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന. ദുനിയാവിൽ ഞങ്ങൾക്ക് നീ ഹസനത്ത് തരണേ അല്ലാഹ്, നല്ലത് തരണേ അല്ലാഹ്. ആഖിറത്തിലും ഞങ്ങൾക്ക് നീ നല്ലത് തരണേ അല്ലാഹ് എന്നൊക്കെ പറഞ്ഞതിന് ശേഷം വളരെ പ്രധാനപ്പെട്ട ഒരു ദുആ, വഖിനാ അദാബന്നാർ. അല്ലാഹുവേ, ഞങ്ങളെ നീ നരകത്തിൽ നിന്ന് മോചിപ്പിക്കണേ അല്ലാഹ്.
നരകമോചനം അത് റബ്ബിനോട് ചോദിച്ചുകൊണ്ടേയിരിക്കണം. പരിശുദ്ധമായ റമദാനിൽ അവസാനത്തെ 10 ഏറ്റവും പുണ്യമേറിയ 10. ആ 10ന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ദുആ തന്നെ നരകമോചനത്തിന് വേണ്ടിയുള്ള ദുആയാണ്. ചോദിച്ചു വാങ്ങണം അല്ലാഹുവോട്, നിരന്തരമായി ചോദിക്കണം. വഖിന അദാബന്നാർ. നിസ്കരിക്കുന്നില്ലേ നമ്മൾ? എല്ലാ സുന്നത്ത് നിസ്കാരവും, ഏത് സുന്നത്ത് നിസ്കാരമായിക്കോട്ടെ, അവിടെ അവസാനത്തെ ദുആ വേണം. അവസാനത്തെ ദുആ വേണം. ഈ സുജൂദിൽ പോയിട്ട് സുബ്ഹാന റബ്ബിയൽ അലാ വബിഹംദി, സുബ്ഹാന റബ്ബിയൽ അലാ വബിഹംദി, സുബ്ഹാന റബ്ബിയൽ അലാ വബിഹംദി എന്ന് 3 പ്രാവശ്യം പറയുമ്പോൾ കുറെ സമയം എടുക്കുന്നുണ്ടെങ്കിൽ അവിടെ പറയാം സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ്. റുക്കൂഇലെ 3 പ്രാവശ്യം സുബ്ഹാന റബ്ബിയൽ അളീം വബിഹംദി എന്ന് പറയാൻ ഒരേ സമയം തറാവീഹ് നിസ്കരിക്കും, അതൊക്കെ കുറെ സമയമാവും എന്ന് ഇതുണ്ടെങ്കിൽ അവിടെ പറയാം സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ്. അങ്ങനെ അത്തഹിയ്യാത്തിൽ നമ്മൾ കയറി കഴിഞ്ഞാൽ അത്തഹിയ്യാത്തിൽ നമ്മളൊരു ദുആ എന്തായാലും നമ്മൾ നടത്തണം. اللهم إني أعوذ بك من عذاب القبر ومن عذاب النار ومن فتنة المحيا والممات ومن فتنة المسيح الدجال. اللهم إني أعوذ بك من عذاب القبر ومن عذاب النار. നരകശിക്ഷയിൽ നിന്ന് നിന്നോട് ഞങ്ങൾ കാവല് ചോദിക്കുന്നു അല്ലാഹ്. നരകത്തിനെ തൊട്ട് റബ്ബിനോട് മോചനം ചോദിക്കണം. ഒരു സെക്കൻഡ് പോലും നരകത്തിലെ ചൂട് കൊള്ളാൻ നമുക്ക് കഴിയൂല, അത് സഹിക്കാൻ നമുക്ക് കഴിയൂല. ഒരിക്കലും നരകാവകാശികളിൽ പെടരുതേ. അതിന് അല്ലാഹുവിനോട് നിരന്തരമായി ചോദിക്കണം. നോമ്പുകാർക്ക് അല്ലാഹു കൊടുക്കുന്ന വലിയൊരു സമ്മാനമാണ് നരകമോചനം എന്ന് പറയുന്നത്. നരകത്തിൽ നിന്ന് മോചിപ്പിക്കാനാണ് അല്ലാഹു നമുക്ക് നോമ്പ് തന്നത്. പക്ഷേ മഹാനായ സയ്യിദുനാ അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു അവരിങ്ങനെ ഖബർസ്ഥാനിൽ നിൽക്കുകയാണ്. റമളാൻ 27ന്റെ രാവിലെ അല്ലാഹുവിനോട് ദുആ ചെയ്യുകയാണ്. ബാപ്പയാകുന്ന അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു അല്ല മഹാനായ ഇബ്നു ഹജറുൽ അഹ്മദ് ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു അൻഹു. അഹ്മദ് ഇബ്നു ഹംബൽ തങ്ങളല്ല, മുഹമ്മദ് ഇബ്നു ഹജറുൽ ഹൈതമി. ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു അൻഹുവിന്റെ ബാപ്പ മുഹമ്മദ് ഇബ്നു ഹജറുൽ ഹൈതമി. അവരിങ്ങനെ ഖബർസ്ഥാനിൽ നിൽക്കുകയാണ്. അതാ ഖബറിൽ നിന്നിങ്ങനെ ഒരു ശിക്ഷ ഇങ്ങനെ കേൾക്കുകയാണ്. ഖബറിലെ ശിക്ഷ ഇങ്ങനെ കേൾക്കുകയാണ്. കേൾക്കേണ്ടവർക്ക് കേൾക്കാൻ കഴിയും, എല്ലാവർക്കും കേൾക്കാൻ കഴിയില്ല. ചില ഖബർസ്ഥാനുകളിൽ നിന്നൊക്കെ പശുക്കളും അതുപോലെ തന്നെ ആടുകളും അതുപോലെ ഏതെങ്കിലും ഒരു ജീവികൾ അവിടെ എത്തിയാൽ പെട്ടെന്ന് ഓടുന്നത് കാണാം. അതെന്തുകൊണ്ടാണ്? ഖബറിലെ അദാബുകൾ അവർ കാണുന്നുണ്ട്, അവർ കേൾക്കുന്നുണ്ട് എന്നതുകൊണ്ടാണ്. സുബ്ഹാനല്ലാഹ്. അവ ജീവികൾക്ക് അറിയാൻ കഴിയും അവരുടെ ഖബറിൽ നടക്കുന്ന ശിക്ഷകളെ കുറിച്ച്. അവർ കേൾക്കും. നമ്മളെങ്ങാനത് കേൾക്കുകയാണെങ്കിൽ പിന്നെ ജീവിച്ചിരിക്കൂല. അല്ലാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. നമ്മളിങ്ങനെ ദുബായിൽ നിന്ന് അബുദാബിയിലേക്ക് പോകുമ്പോ ജർഫ് എന്ന് പറയുന്ന സ്ഥലത്തെത്തുമ്പോഴേ അങ്ങനെ തോന്നുന്നു ഒരു സൗണ്ട് ഇങ്ങനെ കേൾക്കുക, ഒരിങ്ങനെ ഊന്നുള്ളൊരു സൗണ്ട് കേൾക്കുക. അല്ലാഹു അല എന്താന്ന് ആ സൗണ്ട് എന്നൊന്നും അറിയില്ല. എപ്പോ പോയാലും കാറിൽ ഇങ്ങനെ ആ സ്ഥലത്തെത്തുമ്പോ ഇങ്ങനെ ഒരു സൗണ്ട് ഇങ്ങനെ കേൾക്കുക.
ദുബായിൽ നിന്ന് അബുദാബിയിലേക്ക് പോകുമ്പോഴും അബുദാബിയിൽ നിന്ന് ദുബൈയിലേക്ക് വരുമ്പോൾ ഒരു സ്ഥലത്തെത്തുമ്പോൾ ഊന്നിന്റെ സൗണ്ട് കേൾക്കാം, ഒരു മൂളിക്ക് ഇങ്ങനെ കേൾക്കാം. എന്താണെന്ന് അല്ലാഹു അഅലം. ഏതായാലും ഞാൻ പറയണത്, നമ്മൾ അത് കേൾക്കുമ്പോൾ നമുക്ക് ബേജാറാണ്. ഇനി എങ്ങാനും നമ്മളെങ്ങാനും ഖബറിലെ ശിക്ഷകളൊക്കെ അതിന്റെ അദാബുകളൊക്കെ കേട്ടെന്താവും? അല്ലാഹു നമ്മളെല്ലാരെയും കാത്തുരക്ഷിക്കട്ടെ. അല്ലാഹു നമ്മളെ കാക്കട്ടെ. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ആ ഖബറിലെ ശിക്ഷകൾ ഇങ്ങനെ കേൾക്കുകയാണ് അഹ്മദ് ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു അൻഹു. എന്താണ് ആ ഖബറാളിയെ കുറിച്ചൊന്ന് അന്വേഷിക്കുകയാണ്. ആരുടെ ഖബറാണ്? വയസ്സായ ആളുകൾ, കുറെ കൊല്ലം മുമ്പ് മരണപ്പെട്ടു പോയ ഒരാളാണ്, വർഷങ്ങൾക്ക് മുമ്പ് മരണപ്പെട്ടു പോയ ഒരാളാണ്. അയാളെ കുറിച്ച് അന്വേഷിച്ചപ്പോൾ അയാൾ നിസ്കരിച്ചിരുന്ന ആളായിരുന്നു, നോമ്പ് നോറ്റ ആളായിരുന്നു. പക്ഷേ അയാള് പലിശ വാങ്ങുന്ന ആളായിരുന്നു, പലിശ കൊടുക്കുന്ന ആളായിരുന്നു, പലിശയുമായി ബന്ധപ്പെട്ട് ജീവിച്ച ആളാണ്. അല്ലാഹു നമ്മളെല്ലാരെയും കാത്തുരക്ഷിക്കട്ടെ. ഒരിക്കലും പലിശയുമായി ബന്ധപ്പെടരുത്. നരകാവകാശികളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വിഭാഗമാണ് പലിശയുമായി ബന്ധപ്പെടുന്നവർ. ജീവിതത്തിൽ ഒരു ഘട്ടത്തിൽ പോലും പലിശയുമായി ബന്ധപ്പെടരുത്. അങ്ങനെ പലിശയുമായി ബന്ധപ്പെട്ടൊരു ജീവിതം നയിക്കേണ്ടി വരുന്ന ഒരവസ്ഥയുണ്ടാകരുത്. ഒരു ബറക്കത്തും അവരുടെ ജീവിതത്തിൽ ഉണ്ടാവൂല. എല്ലാ ബറക്കാത്തുകളും അറിയാതെ അങ്ങ് ഊരിപ്പോകും പലിശയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ. ഒരാളും നീർന്നിട്ടില്ല, ഒരാളും വിജയിച്ചിട്ടില്ല. പലിശയുമായി ബന്ധപ്പെട്ടവരൊക്കെയും പരാജയപ്പെട്ടവരാണ്. ശ്രദ്ധിക്കണേ, ശ്രദ്ധിക്കണേ. ബഡ്ഡി അല്ലെ കൊടുക്കുകയാണ്. പൊന്നുണ്ടെങ്കിൽ ആ പൊന്നൊക്കെ വിറ്റോളി, വിറ്റിട്ട് പൈസ ആക്കിയിട്ട് പിന്നെ പൈസ ഉണ്ടെങ്കിൽ പൊന്ന് വാങ്ങാം. ഇതിങ്ങനെ കുറെ പണയം വെച്ചിട്ട് ആടെ ബാങ്കിൽ ബഡ്ഡി കൊടുത്ത് പലിശ കൊടുത്ത് പലിശന്റെ മുകളിൽ പലിശയായി. എന്തിനാണ് ഇങ്ങനെ വെറുതെ ഈ പൊന്ന് വെച്ചിട്ട് പലിശ വാങ്ങണത്? അങ്ങനെ ചെയ്യാനേ പാടില്ല. അങ്ങനെ ചെയ്തിട്ടവരൊക്കെ ഈ പൊന്ന് വാങ്ങാൻ കഴിയോ? ഇതിങ്ങനെ പിന്നെയും അത് മാറ്റി അത് കൊടുത്ത് പൈസ പിന്നെയും കൊടുത്ത് പൈസ പിന്നെയും കൊടുത്ത് ലക്ഷക്കണക്കിന് രൂപകള് പലിശ കൊടുക്കുകയും പലിശയുമായി ഇടപാട് നടത്തുന്നവരൊക്കെ ഉണ്ട്. ഒരു വാഹനം വാങ്ങേണ്ടി വരുന്ന സമയത്ത് അത് നമുക്ക് ചില നിബന്ധനകളോടുകൂടെ അത് നമുക്ക് ഒരു പക്ഷേ ഗവൺമെന്റിന്റെ ടാക്സും മറ്റു പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് നമുക്ക് പലിശയാക്കാത്ത രൂപത്തിൽ തന്നെ അതിനെ ചെയ്യാവുന്ന സംവിധാനങ്ങളുണ്ട്. അങ്ങനെ ചെയ്യാൻ പറ്റാവുന്ന ഘട്ടങ്ങളും സന്ദർഭങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഇതൊന്നും ഇല്ലാണ്ട് വെറുതെ പൊന്നു പോയി പൈസ കൊടുക്കുകയാണ്. ചില കച്ചവടങ്ങളൊക്കെ ഉണ്ട്. കച്ചവടങ്ങളിലൊക്കെ കൂടുന്നവരൊക്കെ വളരെ ശ്രദ്ധിക്കണം. അതിൻ്റെയൊക്കെ എല്ലാ ഘട്ടങ്ങളും വശങ്ങളും പൂർണ്ണമായി അറിഞ്ഞ് ഇത് എല്ലാ നിലക്കും എനിക്ക് ഹലാലായി ചേരും, എനിക്ക് ഹലാലായി വരും എന്ന് പൂർണ്ണമായി ബോധ്യപ്പെട്ടാൽ മാത്രമേ അങ്ങനെയുള്ള കച്ചവടങ്ങളിലേക്ക് വരെ നമ്മൾ കടക്കേണ്ടതുള്ളൂ. കേൾക്കുന്നതും കാണുന്നതുമായ കച്ചവടത്തിനൊക്കെ പോയി കൂടണ്ട. വലിയ പലിശ, വലിയ അപകടം. നരകം ലഭിക്കുന്നവരിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വിഭാഗമാണ് അവർ. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. രക്ഷപ്പെടൂല. അത് പിന്നെ രക്ഷപ്പെടാൻ വേണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ കുറെ കളവ് പറയേണ്ടി വരും, പറ്റത് പറിച്ചതൊക്കെ ഉണ്ടാവും, പല പ്രശ്നങ്ങളുണ്ട് അതിൽ. അതുകൊണ്ട് പലിശയുമായി ബന്ധമുള്ള ജീവിതം വേണ്ട. പലിശ കൊടുക്കല്ലേ, പലിശ വാങ്ങല്ലേ.
പലിശയുമായി ബന്ധപ്പെട്ട് ജീവിക്കല്ലേ. പോരണ്ടാക്കാൻ വേണ്ടി പലിശക്ക് പൈസ എടുത്ത് പിന്നെ അത് അടയ്ക്കാൻ കഴിയാണ്ട് ജപ്തിയായി, മറ്റതായി, മറിച്ചതായി അങ്ങനെ അനുഭവിക്കുന്നവരില്ലേ? അഊദു ബില്ലാഹ്. അതിന്റെയും ആവശ്യമില്ല. അങ്ങനെ വലിയ പൈസക്ക് പലിശക്ക് പണം എടുത്തിട്ട് അങ്ങനെ വലിയ വീടുണ്ടാക്കണം എന്ന് ആരും പറഞ്ഞിട്ടുമില്ല. ഉള്ള പൈസ കൊണ്ട് മെല്ലെ മെല്ലെ ഉണ്ടാക്കുക. കുറെ വർഷങ്ങൾ ചിലപ്പോൾ എടുക്കേണ്ടി വരും. എന്നാലും സാരല്ല. മെല്ലെ തിന്നാൽ മുള്ളും തിന്നാന്ന് പറഞ്ഞില്ലേ? അങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്. വർഷങ്ങളെടുത്തു വീടുണ്ടാക്കാൻ. പക്ഷേ പലിശയുമായി ബന്ധപ്പെട്ടില്ല. അങ്ങനെ നമ്മൾ എല്ലാവരും ചിന്തിക്കണം. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അങ്ങനെ നിരന്തരം ഈ അഹ്മദ് ബിൻ ഹജർ അൽ ഹൈതമി റളിയല്ലാഹു അൻഹു ഖബറിൽ നിന്ന് ഈ ഭയാനകരമായ ശബ്ദം കേട്ടിട്ട് അദ്ദേഹത്തെ കുറിച്ച് അന്വേഷിച്ചപ്പോൾ അദ്ദേഹം ജീവിതത്തിൽ പലിശയുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന ആളായിരുന്നു എന്ന് മനസ്സിലായി എന്നാണ്. അതുകൊണ്ട് നമ്മളെല്ലാവരും ശ്രദ്ധിക്കണം. റമളാൻ പിന്നെ അതിൽ നിന്ന് രക്ഷപ്പെടാൻ എന്താ വഴി? പെട്ടെന്ന് അള്ളാഹിനോട് നന്നായി കരഞ്ഞു ചോദിക്കന്നെ. നമ്മൾ ഈ ദുആഇന് ഈ പലിശയുണ്ടായാലും പിന്നെ ദുആഇന് ഒരു മനസ്സും കിട്ടൂല. അപ്പൊ ഏതായാലും കുടുങ്ങി. ഇനി ആ കുടുക്കുന്ന രക്ഷപ്പെടണം. അതിന് അള്ളാഹിനോട് കരഞ്ഞ് ദുആ ചെയ്യാം. ദുആ വലിയ ഫലാണ്. ആത്മാർത്ഥമായി ദുആ ചെയ്താൽ നമ്മൾ അള്ളാഹു നമ്മളെ ദുആ വെറുതെ ആക്കൂല. മുഅ്മിനീങ്ങളെ ദുആയിൽ ആമീൻ പറയാ. നല്ല നല്ല ദുആകളിൽ പങ്കെടുക്കുക. നല്ലവരോട് ദുആർക്കാൻ പറയാ. സ്വാലിഹീങ്ങളോട് ദുആർക്കാൻ പറയാ. കുറെ കടമുണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെ കുടുങ്ങിയിട്ടുണ്ട്, ദുആർക്കണം, രക്ഷപ്പെടുത്തി തരണം. സ്വാലിഹീങ്ങളുടെ ഹളറാത്തിലേക്ക് ചെല്ലുക. അവിടെ വെച്ച് റബ്ബിനോട് ദുആ ചെയ്യാം. അങ്ങനെ നിരന്തരമായി ആ വിഷയത്തിൽ നമ്മൾ അല്ലാഹുവിലേക്ക് മടങ്ങണം. ദുആഇന് ഫലം ഉണ്ടാവും. നമ്മൾ ഇന്നലെ രാത്രി ദുആയിരുന്നില്ലേ? ഒരു സഹോദരിക്ക് 3 ഓപ്പറേഷൻ ഒന്നിച്ച് വേണം. കുഞ്ഞിനെ എടുക്കണം, ഓപ്പറേഷൻ ചെയ്യണം. അതുപോലെ തന്നെ അതേ സമയത്ത് വാൾവിന്റെ ശസ്ത്രക്രിയ വേണം, ഗർഭപാത്രം നീക്കണം എന്നൊക്കെ ഡോക്ടർമാര് പറഞ്ഞ് വളരെ ക്രിട്ടിക്കലിൽ 3 ഓപ്പറേഷൻ ഒരേ സമയത്ത്. അൽഹംദുലില്ലാ, ഇന്ന് ഓപ്പറേഷൻ ചെയ്ത് കുഞ്ഞിനെ പുറത്തെടുത്തു. വാൾവിന്റെ ശസ്ത്രക്രിയ വേണ്ടി വന്നില്ല, ഗർഭപാത്രം നീക്കേണ്ടി വന്നില്ല. ഡോക്ടർമാർ പറഞ്ഞു ഒന്നും പ്രശ്നമില്ല, ഇപ്പൊ കുഴപ്പമില്ല, റാഹത്തുണ്ട്. 2 ഓപ്പറേഷനും വേണ്ടി വന്നില്ല. കുഞ്ഞിനെ സുഖമായി പുറത്തെടുത്തു. അൽഹംദുലില്ലാ. മുഅ്മിനീങ്ങൾ ദുആ ചെയ്തു, ആമീൻ പറഞ്ഞു. പരിശുദ്ധമായ രാവുകൾ അതിനു വേണ്ടിയുള്ളതാണ്. എല്ലാവരും അത് ഉപയോഗപ്പെടുത്തണേ. എല്ലാവരും അത് ശ്രദ്ധിക്കണം. എല്ലാവരും അത് അല്ലാഹുവിനോട് നിരന്തരമായി ചോദിക്കണം. ചോദിക്കാനാണ് ഈ റമളാൻ അല്ലാഹ് തന്നത്. നമ്മൾ ചോദിക്കൂല. കുറെ ആളുകൾ ഇങ്ങനെ അല്ലാഹുവിനോട് ചോദിക്കാൻ എന്തോ ഒരു മടി പോലെ. ഒറ്റക്കിരിക്കണം. മടി വരരുത്. അതിന് നല്ല ഉറങ്ങണം ആദ്യം. ഈ ഉറങ്ങാണ്ട് ഈ ഇബാദത്ത് ചെയ്യാനൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല, ഒരു ഉന്മേഷം ഉണ്ടാവില്ല. നല്ലൊരു ഉറക്കെടുക്കുക, ഒന്ന് കുളിക്കുക, ഫ്രഷ് ആവുക, സുഗന്ധങ്ങളൊക്കെ പുരട്ടെ. രാത്രിക്ക് തന്നെ പറയാം. ഒന്ന് ഇബാദത്ത് ചെയ്യുന്നതിന് മുമ്പ് കുറച്ചൊന്ന് ഉറങ്ങുക. ഈ മക്കത്തൊക്കെ പോയിട്ട് ഉറങ്ങാണ്ട് ഇങ്ങനെ, അതിൻ്റെ ഇടയിൽ ഒരു ദുആ വേണം. മക്കത്ത് ഒരു ഉമ്മാനെ 3 ദിവസമായി കാണുന്നില്ല, അങ്ങനെ ഒരു ദുആ വേണമെന്ന് പറഞ്ഞ് ഒരാള് ഒരു മെസ്സേജ് അയച്ചിരുന്നു. ആ ഉമ്മാന്റെ പേരെന്താ റബ്ബേ? ആ ഉമ്മാന്റെ നാടേതാ? അല്ലാഹ്.
3 ദിവസമായി ഉംറയ്ക്ക് വേണ്ടി പോയതാണ്. ബഹ്റൈനിൽ നിന്ന് പോയതാണ് അവർ. ബഹ്റൈനിൽ നിന്ന് പോയൊരു ഉമ്മയാണ്. ആ ഉമ്മ വയസ്സായൊരു ഉമ്മയാണ്. എന്താ ഉമ്മാന്റെ പേര്? കണ്ണൂർ സ്വദേശിനിയെ മക്കയിൽ കാണാതായി. ബഹ്റൈനിൽ നിന്ന് ഉംറയ്ക്കെത്തിയ കൂത്തുപറമ്പ് സ്വദേശിനി ഉള്ളിവീട്ടിൽ റഹീമ എന്ന് പറയുന്ന 60 വയസ്സുള്ള ഉമ്മ 3 ദിവസമായി കാണാതായിട്ട്. നമുക്കൊരു നാരിയത്ത് സ്വലാത്ത് ചൊല്ലാം, ഒരു 3 നാരിയത്ത് സ്വലാത്ത് ചൊല്ലാം.